നമസ്കാരം, ഞാൻ സരിത അനൂപ്. GTV ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. സംസ്ഥാന കേരളോത്സവത്തിന് കോതമംഗലത്ത് കൊടിയിറങ്ങി. ഓവറോൾ കിരീടം സ്വന്തമാക്കി തൃശൂർ ജില്ല. കണ്ണൂർ, കോഴിക്കോട് ജില്ലകൾ 2-3 സ്ഥാനങ്ങളിൽ. എറണാകുളം ജില്ലയ്ക്ക് 8ാം സ്ഥാനം മാത്രം. സമാപന സമ്മേളനം നിയമസഭാ സ്പീക്കർ AN ഷംസീർ ഉദ്ഘാടനം ചെയ്തു. കോതമംഗലത്ത് പോലീസിന്റെ വൻ കഞ്ചാവ് വേട്ട. 17 കിലോ കഞ്ചാവുമായി അന്യസംസ്ഥാനക്കാർ പിടിയിൽ. പ്രതികൾ പിടിയിലായത് നെല്ലിക്കുഴി ഇരുമലപ്പടിയിലെ പട്രോളിംഗിനിടെയെന്ന് പോലീസ്. കോതമംഗലത്ത് സപ്ലൈകോയുടെ വിഷു ഈസ്റ്റർ ഫെയർ തുടങ്ങി. പ്രവർത്തനം 19-ാം തീയതി വരെ. 5 സബ്സിഡി ഇനങ്ങൾക്കുള്ള വിലക്കുറവും പ്രാബല്യത്തിൽ. വാർത്തകൾ വിശദമായി. സംസ്ഥാന കേരളോത്സവത്തിൽ തൃശൂർ ജില്ല ഓവറോൾ കിരീടം സ്വന്തമാക്കി. കണ്ണൂർ, കോഴിക്കോട് ജില്ലകൾ 2-3 സ്ഥാനങ്ങളിൽ എത്തി. ആതിഥേയരായ എറണാകുളം ജില്ല 8ാം സ്ഥാനത്താണ്. വയനാടാണ് ഏറ്റവും പിന്നിൽ. കൊല്ലത്തുള്ള P. ആനന്ദ് ഭൈരവ് കലാപ്രതിഭയായി തെരഞ്ഞെടുക്കപ്പെട്ടു. 3 പേർ കലാതിലക പട്ടത്തിന് അർഹരായി. 4 ദിവസങ്ങളിലായി കോതമംഗലത്ത് നടന്ന സംസ്ഥാന കേരളോത്സവത്തിൽ തൃശൂർ ജില്ല വ്യക്തമായ ആധിപത്യമാണ് നേടിയത്. കായിക വിഭാഗങ്ങളിൽ 2ലും കൂടുതൽ പോയിന്റുകളോടെ ഓവറോൾ കിരീടം ആധികാരികമാക്കാൻ തൃശൂർ ജില്ലയ്ക്ക് കഴിഞ്ഞു. കഴിഞ്ഞ കേരളോത്സവത്തിൽ 2ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു പോയതിന്റെ ക്ഷീണം മാറ്റിയാണ് തൃശൂർ ജില്ലാ താരങ്ങൾ കോതമംഗലത്ത് നിന്നും മടങ്ങിയത്. കിരീടം നേടാനായതിൽ താരങ്ങൾ ആഹ്ലാദം പങ്കുവച്ചു. കലാമത്സരങ്ങളിൽ 374 പോയിന്റും കായിക മത്സരങ്ങളിൽ 172 പോയിന്റുമാണ് തൃശൂർ ജില്ല സ്വന്തമാക്കിയത്. ആകെ 546 പോയിന്റാണ് ഉള്ളത്. 2ാം സ്ഥാനത്തുള്ള കണ്ണൂർ ജില്ല 431 പോയിന്റ് നേടി. 1ഉം 2ഉം സ്ഥാനക്കാർ തമ്മിൽ 135 പോയിന്റുകളുടെ വ്യത്യാസമുണ്ട്. കോഴിക്കോടിനാണ് 3ാം സ്ഥാനം. ആകെ നേടിയത് 416 പോയിന്റ്. കഴിഞ്ഞ തവണ ഓവറോൾ ചാമ്പ്യന്മാരായിരുന്ന തിരുവനന്തപുരം ജില്ല കോതമംഗലത്ത് എത്തിയപ്പോൾ 7ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു. 308 പോയിന്റ് മാത്രമാണ് ഇത്തവണ അവർക്ക് നേടാനായത്. ആതിഥേയരായ എറണാകുളം ജില്ലയ്ക്ക് 8ാം സ്ഥാനമാണ് നേടാനായത്. കലാമത്സരങ്ങളിൽ 224 പോയിന്റ് നേടിയ ജില്ലയ്ക്ക് കായിക മത്സരങ്ങളിലുള്ളത് 75 പോയിന്റ് മാത്രമാണ്. കോതമംഗലത്ത് നിന്നുള്ള മത്സരാർത്ഥികൾ വിരലിലെണ്ണാവുന്നത് മാത്രമായിരുന്നു. ഏറ്റവും പിന്നിലായത് വയനാട് ജില്ലയാണ്. 127 പോയിന്റാണ് വയനാട്ടുകാർക്ക് ലഭിച്ചത്. കൊല്ലം ജില്ലയിൽ നിന്നുള്ള P. ആനന്ദ് ഭൈരവ് കേരളോത്സവത്തിൽ കലാപ്രതിഭയായി. ശാസ്ത്രീയ സംഗീതം, വയലിൻ, പുല്ലാങ്കുഴൽ എന്നീ ഇനങ്ങളിൽ 1ാം സ്ഥാനവും മൃദംഗത്തിൽ 2ാം സ്ഥാനവും നേടിയാണ് ആനന്ദ് ഭൈരവ് കലാപ്രതിഭാ പട്ടത്തിന് അർഹനായത്. കാസർഗോഡിന്റെ KV നന്ദന, കൊല്ലത്തിന്റെ R. അഭിലക്ഷ്മി, പാർവതി S. ഉദയൻ എന്നിവർ കലാതിലക പട്ടം പങ്കിട്ടു. സീനിയർ ബോയ്സ് കായിക പ്രതിഭയായി കാസർഗോഡിന്റെ ഹസൻ ഷമാസും വയനാടിന്റെ KR അമൃതയും പാലക്കാടിന്റെ V. അഞ്ജനയും സീനിയർ ഗേൾസിന്റെ കായിക പ്രതിഭാ പുരസ്കാരവും സ്വന്തമാക്കി. വനിതാ വിഭാഗം കായിക പ്രതിഭാ പുരസ്കാരം പാലക്കാടിന്റെ G. ഗായത്രിയും പുരുഷ വിഭാഗം കായിക പ്രതിഭാ പുരസ്കാരം കൊല്ലത്തിന്റെ ശിവപ്രസാദ് P. പ്രസാദും നേടി. കാസർഗോഡ് ജില്ലയിലെ നെഹ്റു ബാലവേദി ആൻഡ് സർഗവേദിയാണ് ഏറ്റവും കൂടുതൽ പോയിന്റ് നേടി ക്ലബിനുള്ള ട്രോഫി സ്വന്തമാക്കിയത്. 2.5 ലക്ഷം രൂപയാണ് സമ്മാനത്തുക. 2ാം സ്ഥാനം കോട്ടയം ജില്ലയിലെ യുവ ചങ്ങനാശ്ശേരിയും 3ാം സ്ഥാനം തൃശൂർ ജില്ലയിലെ സ്കോർ സിറ്റി FC-യും സ്വന്തമാക്കി. യഥാക്രമം 75,000 രൂപയും 50,000 രൂപയുമാണ് സമ്മാനത്തുക. 56 കലാമത്സരങ്ങളും 118 കായിക മത്സരങ്ങളുമാണ് കേരളോത്സവത്തിൽ ആകെ ഉണ്ടായിരുന്നത്. സംസ്ഥാനത്തിന്റെ എല്ലാ ജില്ലകളിൽ നിന്നുള്ള 5000-ഓളം മത്സരാർത്ഥികൾ പങ്കെടുത്തു. GTV ന്യൂസ്, കോതമംഗലം. സംസ്ഥാന കേരളോത്സവത്തിന്റെ സമാപന സമ്മേളനം സ്പീക്കർ AN ഷംസീർ ഉദ്ഘാടനം ചെയ്തു. വിജയികൾക്കും വിവിധ മേഖലയിലെ പ്രതിഭകൾക്കുമുള്ള പുരസ്കാരങ്ങളും ചടങ്ങിൽ വിതരണം ചെയ്തു. സംസ്ഥാന കേരളോത്സവത്തിന്റെ സമാപന സമ്മേളനത്തിൽ വൻ ജനപങ്കാളിത്തമാണ് ഉണ്ടായത്. ജനപ്രതിനിധികൾ ഉൾപ്പെടെ ഒട്ടേറെ പ്രമുഖരും പങ്കെടുത്തു. നിയമസഭാ സ്പീക്കർ AN ഷംസീർ ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ മേളകളിൽ ഉൾപ്പെടെ അവസരം കിട്ടാതെ പോയ കലാകായിക പ്രതിഭകൾക്ക് അവസരം നൽകാൻ കേരളോത്സവത്തിന് കഴിഞ്ഞു. വർഗീയതക്കെതിരെയും ലഹരി പോലുള്ള സാമൂഹ്യ വിപത്തുകൾക്കെതിരെയും പോരാടാൻ ഇത്തരം സാംസ്കാരികോത്സവങ്ങൾ അനിവാര്യമാണെന്നും അദ്ദേഹം പറഞ്ഞു. രാജ്യം വർഗീയമായി ജീവിക്കപ്പെടുന്നു.
വർഗീയമായി രാജ്യം ചെയ്തിരിക്കപ്പെടുമ്പോൾ, ഈ രാജ്യത്തിന്റെ മഹിതമായ സംസ്കാരം അട്ടിപ്പറിക്കപ്പെടാൻ ശ്രമിക്കുമ്പോൾ അതിനെതിരെയുള്ള ചെറുത്തുനിൽപ്പ് സാംസ്കാരിക പ്രവർത്തനമാണ്, സാംസ്കാരികമായ ചെറുത്തുനിൽപ്പാണ്, കൾച്ചറൽ റെസിസ്റ്റൻസ് ആണ്. അതിനാണ് ഈ 3 ദിവസവും നിങ്ങൾ നേതൃത്വം കൊടുക്കുന്നത്. ഇന്ത്യയെക്കുറിച്ച് പറഞ്ഞാൽ ഇന്ത്യ ഒരു വലിയ രാജ്യമാണ്. വ്യത്യസ്ത ഭാഷകൾ സംസാരിക്കുന്നവർ, വ്യത്യസ്ത വസ്ത്രരീതിയുള്ളവർ, വ്യത്യസ്ത ഭക്ഷണം കഴിക്കുന്നവർ, വ്യത്യസ്ത മതങ്ങൾ വിശ്വസിക്കുന്നവർ, വ്യത്യസ്ത ജാതിയിൽപ്പെട്ടവർ, അവരെല്ലാം യോജിപ്പിക്കുന്നത് ഇന്ത്യ എന്ന ക്യാൻവാസ് ആശയമാണ്. ഇന്ത്യ ഒരു ആശയമാണ്. ഇന്ത്യയിൽ 7 മതങ്ങളുണ്ട്, 7 മുഖ്യധാര മതങ്ങൾ, 10,000-കണക്കിന് ജാതികളുണ്ട്, അതിലേറെ ഉപജാതികളുണ്ട്, വ്യത്യസ്ത ഭാഷകളുണ്ട്, 22 അക്ഷരങ്ങളുണ്ട്, അൽഫബറ്റ്സ്. ആന്റണി ജോൺ MLA അധ്യക്ഷത വഹിച്ചു. ഡീൻ കുര്യാക്കോസ് MP, മനോജ് മുത്തേടൻ, KK ടോമി, R അനിൽകുമാർ, EK ശിവൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. യുവജന ക്ഷേമ ബോർഡ് വൈസ് ചെയർമാൻ S സതീഷ് സ്വാഗതവും കോർഡിനേറ്റർ R രഞ്ജിത്ത് കൃതജ്ഞതയും പറഞ്ഞു. GTV ന്യൂസ് കോതമംഗലം. സംസ്ഥാന കേരളോത്സവത്തിന്റെ സമാപന ദിവസം അനുകരണ കലയുടെ പ്രതിഭകൾ മിന്നിത്തിളങ്ങി. മിമിക്രിക്ക് പുറമെ മോണോ ആക്ട്, മൈം എന്നിവയാണ് കാണികളെ ആകർഷിച്ചത്. കേരളോത്സവത്തിന്റെ സമാപന ദിവസം 1-ാം നമ്പർ വേദിയിൽ മോണോ ആക്ട് മത്സരമാണ് ആദ്യം നടന്നത്. പിന്നാലെയാണ് അനുകരണ കലയുടെ വിസ്മയിപ്പിക്കുന്ന പ്രകടനങ്ങളുമായി താരങ്ങൾ വേദിയിലെത്തിയത്. നിരവധി മത്സരാർത്ഥികൾ പങ്കെടുത്തു. അടുത്തായി മൃഗാധിപത്യം വന്നാൽ എങ്ങനെയായിരിക്കും നോക്കാം. നമ്മുടെ നായ ഇലക്ഷനിൽ നിന്ന് ആദ്യം അദ്ദേഹത്തിൻ്റെ ഒരു വോട്ട് ചോദിക്കാൻ പോകുന്ന ഒരു രംഗമാണ്. പിന്നെ അദ്ദേഹത്തിൻ്റെ ഒരു പ്രസംഗമാണ്. പിന്നെ ഈ ഒരാവശ്യമായിട്ട് അദ്ദേഹത്തിൻ്റെ മുന്നിൽ നമ്മൾ ചെല്ലുകയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു മാനറിസം. മൈം, മാപ്പിളപ്പാട്ട് തുടങ്ങിയ മത്സരങ്ങളും 1-ാം നമ്പർ വേദിയിലാണ് നടന്നത്. കേരള നടനത്തിലും മത്സരാർത്ഥികളുടെ എണ്ണം ഏറെ കുറവുണ്ടായിരുന്നു. മികച്ച പ്രകടനങ്ങളിലൂടെ മത്സരാർത്ഥികൾ ശ്രദ്ധ പിടിച്ചു. മണിപ്പൂരി നൃത്തം, കഥക് നൃത്തം, ഒഡീസി നൃത്തം എന്നിവയും സമാപന ദിവസമാണ് അരങ്ങിലെത്തിയത്. 50-ലധികം കലാമത്സരങ്ങളാണ് 3 ദിവസം കൊണ്ട് പൂർത്തീകരിച്ചത്. GTV ന്യൂസ് കോതമംഗലം. നെല്ലിക്കുഴി ഇരുമലപ്പടിയിൽ 17 കിലോ കഞ്ചാവുമായി 2 അന്യസംസ്ഥാനക്കാരെ കോതമംഗലം പോലീസ് പിടികൂടി. ചെറുകിട വിൽപ്പനക്കാർക്ക് കൈമാറുന്നതിനായി കൊണ്ടുവന്നതാണ് കഞ്ചാവ് എന്ന് പോലീസ് പറഞ്ഞു. നെല്ലിക്കുഴി ഇരുമലപ്പടിയിൽ പട്രോളിംഗിനിടെയാണ് വൻ കഞ്ചാവ് ശേഖരവുമായി 2 പേരെ കോതമംഗലം പോലീസ് പിടികൂടിയത്. പശ്ചിമ ബംഗാൾ സ്വദേശികളായ മന്നൻ ഹുസൈൻ, മോസ്ലിൻ ഷെയ്ഖ് എന്നിവരാണ് അറസ്റ്റിലായത്. വെയിറ്റിംഗ് ഷെഡിൽ നിൽക്കുകയായിരുന്ന ഇരുവരെയും സംശയം തോന്നി ചോദ്യം ചെയ്തപ്പോഴാണ് കഞ്ചാവ് കടത്ത് വെളിച്ചത്തായത്. വലിയ പൊതികളാക്കിയിരുന്ന കഞ്ചാവ് സൂട്ട് കേസിലും ബാഗിലുമായാണ് കൊണ്ടുവന്നത്. 17 കിലോ കഞ്ചാവ് ഉണ്ടായിരുന്നു. തഹസിൽദാരുടെ സാന്നിധ്യത്തിൽ നടപടികൾ പൂർത്തീകരിച്ച ശേഷം പ്രതികളെയും കഞ്ചാവ് ശേഖരവും പോലീസ് സ്റ്റേഷനിലേക്കാണ് മാറ്റിയത്. അന്യസംസ്ഥാന തൊഴിലാളികളുടെ താവളമായ നെല്ലിക്കുഴി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന കഞ്ചാവ് വിൽപ്പന ശൃംഖലയ്ക്ക് വേണ്ടിയാണ് കഞ്ചാവ് എത്തിച്ചതെന്നാണ് പ്രതികൾ പോലീസിനെ അറിയിച്ചത്. പോലീസിന്റെ നടപടികൾക്ക് ശേഷം കഞ്ചാവ് ശേഖരവും പ്രതികളെയും എക്സൈസിന് കൈമാറും. എക്സൈസാണ് ഇക്കാര്യത്തിലുള്ള തുടർ നടപടികൾ കൈക്കൊള്ളുന്നത്. കഞ്ചാവ് വേട്ട നടത്തിയ പോലീസിനെ നാട്ടുകാർ അനുമോദിച്ചു. പോലീസിൻ്റെ നാട്ടുകാരുടെയും എല്ലാം വലിയമായ രീതിയിലുള്ള നിരീക്ഷണത്തിൻ്റെയും ഇവിടെ പഞ്ചായത്തിൽ ഇപ്പോൾ അടുത്ത കാലത്ത് പഞ്ചായത്തിൽ ലഹരി വിരുദ്ധ സ്ക്വാഡ് രൂപീകരിക്കുകയും അതിൻ്റെ ഭാഗമായി പഞ്ചായത്തിലുള്ള വിവിധ സംഘടനകളും രാഷ്ട്രീയ പാർട്ടികളൊക്കെ സംയുക്തമായി ഈ സ്ക്വാഡിൽ പ്രവർത്തിക്കുകയും നാട്ടുകാരടക്കം വളരെ ജാഗ്രതാ നിലയിലാണ് ഇപ്പോൾ നിലവിൽ പോകുന്നത്. അതിൻ്റെ ഭാഗമായി പോലീസിൻ്റെയും എല്ലാ നിരീക്ഷണത്തിൻ്റെ ഭാഗമായാണ് ഇന്ന് ഈ വലിയൊരു കഞ്ചാവ് വേട്ട ഇവിടെ നടന്നിരിക്കുന്നത്. ഏതായാലും ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച പോലീസ് ഉദ്യോഗസ്ഥർക്കടക്കം നാട്ടുകാർക്കടക്കം വലിയ അഭിനന്ദനം അറിയിക്കുന്നൊരു കാര്യമാണ് ചെയ്തിരിക്കുന്നത്. നാടാകെ ഒന്നാകെ ഭീമമായ വലിയ രീതിയിലുള്ള ഒരു ഭയാനകമായ രീതിയിലുള്ള ലഹരി ഈ കാലഘട്ടത്തിലാണ് പോകുന്നത്. അപ്പോൾ നാടും പോലീസും സർക്കാരുമെല്ലാം ഒന്നിച്ചു നിന്നാൽ നമുക്ക് ഇതുപോലെയുള്ള വലിയ വലിയ വേട്ടകൾ നടത്തി ഈ നാടിനെ നമുക്ക് ഈ യുവാക്കളിൽ നിന്നും ലഹരി ഉപയോഗിക്കുന്ന എല്ലാ മേഖലയിൽ നിന്നും നമുക്ക് രക്ഷ നേടാൻ കഴിയും.
നിരന്തരമായി ലഹരിക്കെതിരെ ഇത്തരം ശ്രമങ്ങൾ ഉണ്ടാകേണ്ടതുണ്ടെന്നും നാട്ടുകാർ അഭിപ്രായപ്പെട്ടു. GTV ന്യൂസ്, നെല്ലിക്കുഴി. കോതമംഗലത്ത് സപ്ലൈകോയുടെ വിഷു ഈസ്റ്റർ ഫെയർ ആരംഭിച്ചു. വിവിധ സബ്സിഡി ഉൽപ്പന്നങ്ങൾക്ക് വിലയിൽ കുറവ് വരുത്തിയിട്ടുണ്ട്. കോതമംഗലത്ത് സപ്ലൈകോ സൂപ്പർ മാർക്കറ്റിനോടനുബന്ധിച്ചാണ് വിഷു ഈസ്റ്റർ ഫെയർ ഒരുക്കിയിട്ടുള്ളത്. 19 വരെ പ്രവർത്തനം തുടരും. ആന്റണി ജോൺ MLA ഉദ്ഘാടനം നിർവഹിച്ചു. മുനിസിപ്പൽ ചെയർമാൻ KK ടോമി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. KA നൌഷാദ്, സനീഷ് കുമാർ എന്നിവർ പ്രസംഗിച്ചു. സപ്ലൈകോ വിഷു ഈസ്റ്റർ ഈ അവസരത്തിൽ കേരളത്തിലെ എല്ലാ മേഖലയിലും സപ്ലൈകോ സൂപ്പർ മാർക്കറ്റുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് വിപുലമായ വിഷു ഈസ്റ്റർ വിപണികൾ 10 ദിവസക്കാലം നീണ്ടു നിൽക്കുന്ന വിപണികളുടെ പ്രവർത്തനം ഇന്നു മുതൽ ആരംഭിക്കുകയാണ്. കോതമംഗലം ബസ് സ്റ്റാൻഡിനോട് ചേർന്ന് പ്രവർത്തിക്കുന്ന സപ്ലൈകോ സൂപ്പർ മാർക്കറ്റിലാണ് കോതമംഗലത്തെ വിഷു ഈസ്റ്റർ വിപണി പ്രവർത്തിക്കുന്നത്. 13 സബ്സിഡി ഇനങ്ങൾക്ക് പുറമെ ശബരി ഉൽപ്പന്നങ്ങളടക്കം മറ്റ് ബ്രാൻഡഡ് ഉൽപ്പന്നങ്ങൾക്കുമെല്ലാം വിലക്കുറവോട് കൂടിയിട്ടാണ് ഈ വിപണി ക്രമീകരിച്ചിട്ടുള്ളത്. സപ്ലൈകോയിൽ 5 ഉൽപ്പന്നങ്ങൾക്ക് വില കുറച്ചിട്ടുണ്ട്. സബ്സിഡി നൽകിയിരുന്ന വൻകടല, ഉഴുന്ന്, വൻപയർ, തുവരപ്പരിപ്പ്, മുളക് എന്നിവയ്ക്കാണ് വില കുറച്ചിട്ടുള്ളത്. വൻകടലയ്ക്കും വൻപയറിനും 4 രൂപയും ഉഴുന്നിന് 5 രൂപയും തുവരപ്പരിപ്പിന് 10 രൂപയുമാണ് കുറച്ചിട്ടുള്ളത്. 1/2 കിലോ മുളകിന് 11 രൂപ 50 പൈസയും കുറച്ചിട്ടുണ്ട്. പുതിയ വില വെള്ളിയാഴ്ച മുതൽ പ്രാബല്യത്തിലായി. GTV ന്യൂസ്, കോതമംഗലം. ഇടവേള. 3.5 വർഷം മുൻപ് അവളുടെ ആഗ്രഹത്തിന്, സ്വപ്നത്തിന് ഒരു സമ്മാനം എന്ന പോലെ ഇതുപോലൊരു ലെറ്റർ ഞാൻ കൊടുത്തു. ദാ ഇപ്പോ അവളുടെ സ്വപ്നങ്ങളും എല്ലാം യാഥാർത്ഥ്യമാക്കി. ജോഹാൻ ജ്വല്ലേഴ്സ് ഇനി പുതിയ രൂപത്തിലും ഭാവത്തിലും കൂടുതൽ വിശാലമായ കളക്ഷനുകളോടെ മാറ്റത്തിന്റെ അലകൾ വീശിക്കൊണ്ട് പ്രീമിയം പ്ലാറ്റിനം വെഡിംഗ് റിംഗുകൾ, IGI സർട്ടിഫൈഡ് സോളിറ്റയർ നാച്ചുറൽ ഡയമണ്ട്സ്, ലാബ് ഗ്രോൺ ഡയമണ്ട്സ് കളക്ഷനുകൾ, 22 കാരറ്റ് 916 സ്വർണത്തോടൊപ്പം 18 കാരറ്റ് 14 കാരറ്റ് ഗോൾഡ് ഓർണമെന്റ്സ്, 92.5 സിൽവറിലും പഞ്ചലോഹത്തിലും തീർത്ത എല്ലാ ആഭരണങ്ങളും ഇനി ഒരൊറ്റ കുടക്കീഴിൽ അവതരിപ്പിക്കുന്ന കേരളത്തിലെ ആദ്യത്തെ ജ്വല്ലറിയായി ജോഹാൻ ജ്വല്ലേഴ്സ്. വാർത്തകൾ തുടരുന്നു. വടാട്ടുപാറ മേഖലയിലെ അങ്കണവാടികൾ സംയുക്തമായി വാർഷികം ആഘോഷിച്ചു. സമ്മേളനവും കലാപരിപാടികളും ഉണ്ടായിരുന്നു. വടാട്ടുപാറ മേഖലയിലെ 7 അങ്കണവാടികളാണ് സംയുക്തമായി വാർഷികാഘോഷം സംഘടിപ്പിച്ചത്. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PIM ബഷീർ ഉദ്ഘാടനം നിർവഹിച്ചു. 1993 ആരംഭിച്ച അംഗൻവാടി മുൻകാലങ്ങളിൽ നിന്ന് വലിയ വ്യത്യാസപ്പെട്ടുള്ള പ്രവർത്തനങ്ങൾക്കാണ് ഇപ്പോൾ ഇവിടെ നേതൃത്വം കൊടുക്കുന്നത്. ഇവിടെ പിഞ്ചുകുട്ടികളുടെ ആശ്രയ കേന്ദ്രം, അതോടൊപ്പം തന്നെ ഗർഭിണികളുടെ ആശ്രയ കേന്ദ്രം, മുതിർന്നവരുടെ ആശ്രയ കേന്ദ്രം, വനിതകളുടെ ആശ്രയ കേന്ദ്രം, ഏത് തരത്തിൽ പരിശോധിച്ചാലും മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി അംഗൻവാടികൾക്ക് വലിയ പ്രാധാന്യം നൽകിക്കൊണ്ട് നിരവധി ഭാരിച്ച ഉത്തരവാദിത്വത്തോടുകൂടി ജീവനക്കാർ ജോലിയെടുക്കുന്ന ഒരു പ്രദേശം കൂടിയാണ് അംഗൻവാടി. ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ EC റോയി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ജെയിംസ് കോർമ്പേൽ, സൽമ പരീദ്, മിനി മനോഹരൻ, ബിൻസി മോഹനൻ, രേഖ രാജു, എൽദോസ് ബേബി, KS സനൂപ്, PK കുഞ്ഞുമോൾ, ED ശോഭന, ആലീസ് മത്തായി, ഷിബി പോൾ, ജിജിമോൾ, സനിതകുമാരി, വത്സമ്മ മത്തായി തുടങ്ങിയവർ പ്രസംഗിച്ചു. കലാപരിപാടികളും ഉണ്ടായിരുന്നു. GTV ന്യൂസ്, വടാട്ടുപാറ. കവളങ്ങാട് പഞ്ചായത്തിലെ തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് കയ്യുറയും ഗംബൂട്ടും വിതരണം ചെയ്തു. പ്രസിഡന്റ് സിബി മാത്യു വിതരണോദ്ഘാടനം നിർവഹിച്ചു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ TH നൌഷാദ് അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ ടീന ടിനു, അമല വിൽസൺ എന്നിവർ പ്രസംഗിച്ചു. പൈമറ്റം ഗവൺമെന്റ് UP സ്കൂളിൽ ലഹരി വിരുദ്ധ ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചു. പൈമറ്റം ഗവൺമെന്റ് UP സ്കൂളിൽ സംഘടിപ്പിച്ച ലഹരിക്കെതിരെയുള്ള ബോധവൽക്കരണ പരിപാടി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് OE അബ്ബാസ് ഉദ്ഘാടനം ചെയ്തു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സഫിയ സലീം അധ്യക്ഷത വഹിച്ചു. സീനത്ത് മൈദീൻ, സിനി വർഗീസ്, മുഹമ്മദ് അനസ്, KR രഞ്ജിനി, CM ഷെമിമോൾ, PH ഷാക്കീർ, KB മുഹമ്മദ്, VS നൌഫൽ, MO സലീം തുടങ്ങിയവർ പ്രസംഗിച്ചു. GTV ന്യൂസ്, കോതമംഗലം.
നാഷണൽ എക്സ് സർവീസ്മെൻ കോർഡിനേഷൻ കൗൺസിലിന്റെ ആഭിമുഖ്യത്തിൽ ശനിയാഴ്ച ലഹരിവിരുദ്ധ ബോധവൽക്കരണ ക്ലാസും റാലിയും നടത്തും. മലയിൻകീഴിലെ വിമുക്ത ഭടഭവനിൽ വൈകുന്നേരം 4-ന് നടക്കുന്ന പരിപാടി രക്ഷാധികാരി AT ജോർജ് ഉദ്ഘാടനം ചെയ്യും. യൂണിറ്റ് പ്രസിഡന്റ് MK നാരായണൻ നായർ അധ്യക്ഷത വഹിക്കും. സബ് ഇൻസ്പെക്ടർ KP സിദ്ദിഖ് ക്ലാസ് എടുക്കും. കുട്ടമ്പുഴ 15-ാം വാർഡിലെ കുടുംബശ്രീ യൂണിറ്റ് വാർഷികം ആഘോഷിച്ചു. കുട്ടമ്പുഴ ഗ്രാമപഞ്ചായത്തിലെ 15-ാം വാർഡിൽ സൂര്യ കുടുംബശ്രീയുടെ വാർഷികം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കാന്തി വെള്ളക്കയ്യൻ ഉദ്ഘാടനം ചെയ്തു. TS മിഥു അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ KACB മേരി കുര്യാക്കോസ്, PK തങ്കമ്മ, രാജമ്മ രാജൻ, ഷൈബി ജോഷി, മരിയ ബെന്നി, ലിസി പൗലോസ് എന്നിവർ പ്രസംഗിച്ചു. ലില്ലി വിൽസൺ സ്വാഗതവും മോളി ചാർലി കൃതജ്ഞതയും പറഞ്ഞു. കലാപരിപാടികളും ഉണ്ടായിരുന്നു. GTV ന്യൂസ് കുട്ടമ്പുഴ. കോതമംഗലം മർത്തമറിയം കത്തീഡ്രൽ വലിയ പള്ളിയിൽ പെസഹ വ്യാഴാഴ്ചയിലെ കാൽകഴുകൽ ശുശ്രൂഷയ്ക്ക് ശ്രേഷ്ഠ കാതോലിക്ക ബെസേലിയോസ് ജോസഫ് ബാവ മുഖ്യ കാർമ്മികത്വം വഹിക്കും. ശ്രേഷ്ഠ ബാവ അഭിഷിക്തനായ ശേഷമുള്ള ആദ്യത്തെ കാൽകഴുകൽ ശുശ്രൂഷയാണിത്. ഏലിയാസ് മാർ യൂലിയോസ് മെത്രോപൊലീത്തയാണ് സഹകാർമ്മികൻ. വൈകുന്നേരം 4-നാണ് ചടങ്ങ്. കാൽകഴുകൽ ശുശ്രൂഷയ്ക്കായി വിപുലമായ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തുമെന്ന് വികാരി ഫാദർ മാത്യൂസ് പുൽപ്പറമ്പിൽ, സഹവികാരിമാരായ ഫാദർ എൽദോസ് പുൽപ്പറമ്പിൽ, ഫാദർ സിബി ഇടപ്പുളവൻ എന്നിവർ അറിയിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. സംസ്ഥാന കേരളോത്സവത്തിന് കോതമംഗലത്ത് കൊടിയിറങ്ങി. ഓവറോൾ കിരീടം സ്വന്തമാക്കി തൃശൂർ ജില്ല. കണ്ണൂർ, കോഴിക്കോട് ജില്ലകൾ 2-3 സ്ഥാനങ്ങളിൽ. എറണാകുളം ജില്ലയ്ക്ക് 8-ാം സ്ഥാനം മാത്രം. സമാപന സമ്മേളനം നിയമസഭാ സ്പീക്കർ AN ഷംസീർ ഉദ്ഘാടനം ചെയ്തു. കോതമംഗലത്ത് പോലീസിന്റെ വൻ കഞ്ചാവ് വേട്ട. 17 കിലോ കഞ്ചാവുമായി അന്യസംസ്ഥാനക്കാർ പിടിയിൽ. പ്രതികൾ പിടിയിലായത് നെല്ലിക്കുഴി ഇരുമലപ്പടിയിലെ പട്രോളിംഗിനിടെയെന്ന് പോലീസ്. കോതമംഗലത്ത് സപ്ലൈകോയുടെ വിഷു ഈസ്റ്റർ ഫെയർ തുടങ്ങി. പ്രവർത്തനം 19-ാം തീയതി വരെ. 5 സബ്സിഡി ഇനങ്ങൾക്കുള്ള വിലക്കുറവും പ്രാബല്യത്തിൽ. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.